ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ച സംഭവത്തിൽ പാർലമെന്റ് കവാടത്തിൽ എംപിമാരുടെ പ്രതിഷേധം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. രാജ്യത്തൊട്ടാകെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രൂരമായ വേട്ടയാടൽ നടക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും ആന്റോ ആന്റണി എം പി ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. അതേസമയം ദുർഗ് ജയിലിലുള്ള കന്യാസ്ത്രീമാർ ഇന്ന് ജാമ്യാപേക്ഷ നൽകും എന്ന വിവരം കൂടിയുണ്ട്. ഡൽഹിയിൽ നിന്ന് ശരത്ലാലാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ലാൽ, ഇത് വലിയൊരു പ്രക്ഷോഭമായി കൊണ്ടുവരാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള അനുമതി തേടിയിട്ടുണ്ട്. ഈ ബിസിനസ് യോഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ അടിയന്തര പ്രമേയം അനുവദിക്കണമെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ആ കാര്യം പാർലമെന്റിൽ എന്താണ് സംഭവിക്കുന്നത് അത് ആദ്യം പറയാം ശരത്ത്. ബിനിൽ, പാർലമെൻറ്റിൽ ഇപ്പോൾ 10:30 മണിക്ക് പാർലമെൻറ്റിൽ ഇന്ത്യയിലുള്ള കോൺഗ്രസ് എംപിമാരും അതുപോലെ ഇടതുപക്ഷ എംപിമാരും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാർലമെൻറ്റ് കവാടത്തിൽ ധർണ നടത്തും. ഇപ്പോൾ പാർലമെൻറ്റിന് മുമ്പിലുള്ള ധർണയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. 10:30 മണിയോടുകൂടി ധർണ തുടങ്ങുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും 10 മണിക്ക് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത യോഗമുള്ളതിനാലാണ് 10 മണിക്കുള്ള ധർണ 10:15 10:30 മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം ആയിരിക്കും 11 മണിയോടെ പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയത്തിന് എംപിമാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭയിലും ലോക്സഭയിലും എംപിമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യോത്തരവേള നിർത്തിവെച്ച ഈ പ്രശ്നം ചർച്ച ചെയ്യുക എന്നതാണ് നോട്ടീസിൽ അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അടിയന്തര നോട്ടീസ് ഇന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി 10:30 മണിക്ക് പരിഗണിക്കും. ചോദ്യോത്തരവേള നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന ഒരു പതിവ് രാജ്യസഭയിലും ലോക്സഭയിലും ഇല്ല. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിലുള്ള അനുമതി നിഷേധിക്കപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അനുമതി നിഷേധിച്ചാലും സഭയിൽ പ്രതിഷേധം ഉയർത്താനുള്ള നിലപാടിലാണ് കോൺഗ്രസ് എംപിമാരും അതേപോലെ തന്നെ CPM CPI എംപിമാരും. രാജ്യസഭയിൽ സന്തോഷ് കുമാറും അതേപോലെ തന്നെ ആരിസ് ബീരാനും റഹീമും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിലാവട്ടെ അടിയന്തര പ്രമേയത്തിൽ NK പ്രേമചന്ദ്രൻ, KC വേണുഗോപാൽ, ആന്റോ ആന്റണി, ജോസ് കെ മാണി, ആന്റോ ആന്റണി, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ എല്ലാ കോൺഗ്രസ് എംപിമാരും നോട്ടീസ് നൽകിയതാണ് നമുക്കിപ്പോൾ വിവരം. ഈ നോട്ടീസുകളൊക്കെ 10:30 മണിക്ക് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി പരിഗണിക്കും. ബിനിൽ, ഇപ്പോൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകണമെന്ന കാര്യത്തിൽ തീരുമാനിക്കുക. എന്തായാലും പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. ശരത്ത്, ഇനി അറിയേണ്ടത് ഈ ഛത്തീസ്ഗഡിലെ ജയിലിലുള്ള ഇവരുടെ സ്ഥിതിയാണ്. അവരിന്നിപ്പോൾ കന്യാസ്ത്രീമാർ ദുർഗ് ജയിലിലുള്ള കന്യാസ്ത്രീമാർ ഇന്ന് ജാമ്യാപേക്ഷ നൽകും എന്ന വിവരം ഉണ്ടല്ലോ. അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചോ? ആ നീക്കങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത് എത്താതിരിക്കാൻ കഴിഞ്ഞത്. അഭിഭാഷകർ ഇന്നലെ തന്നെ ഡൽഹിയിൽ നിന്ന് അതേപോലെ തന്നെ രായ്പൂരിൽ നിന്നുള്ള 2 അഭിഭാഷകരെയാണ് സഭാ നേതൃത്വം ഇവർക്ക് വേണ്ടി കോടതിയിലേക്ക് ജാമ്യാപേക്ഷ ഫയൽ ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരുന്നത്. ഇവർ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ഇന്ന് രാവിലെ തന്നെ 9:30 മണിയോടെ തന്നെ ജാമ്യാപേക്ഷ രജിസ്റ്ററിൽ നൽകുകയും ചെയ്തു എന്നാണ് നമുക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും മനുഷ്യക്കടത്തും അതേപോലെ തന്നെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ തട്ടിക്കൊണ്ടുപോലും തുടങ്ങിയ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഈ വകുപ്പുകളൊക്കെ തന്നെ നിലനിൽക്കത്തില്ല. കാരണം ഈ കുട്ടികൾ പ്രായപൂർത്തിയായവരാണെന്നും ക്രിസ്തു മതത്തിൽ തന്നെ വിശ്വസിക്കുന്നവരാണെന്നുള്ള വാദമാണ് കോടതിയിൽ ഉയർത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 കന്യാസ്ത്രീകൾക്ക് മലയാളികളെ ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് CBCയും സഭാവൃത്തങ്ങളും. ബിനീഷ്, ഓക്കെ, ശരി, വ്യക്തമാണ്. ശരത്ലാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.